ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹമാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വൻ തീപിടുത്തം. ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങി. NCP രാജ്യത്ത് ഒരു മുന്നണിയുടെയും ഭാഗമല്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി MM ഷാജി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സംസ്ഥാന കലോത്സവത്തിന് സാഹിത്യ നഗരിയിൽ വർണ്ണാഭമായ തുടക്കം. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹമാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. UDFന് അനുകൂലമായ രാഷ്ട്രീയ തരംഗമാണ് ഇന്ന് കേരളത്തിലുള്ളതെന്നും ചെന്നിത്തല പറഞ്ഞു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാകുന്നു. UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം രൂപപ്പെടുന്നു എന്നുള്ളതാണ്. ഇത്തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വൻ വിജയം UDFനെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ശബരിമല മതേതരത്വത്തിൻ്റെ പ്രതീകമാണ്. എല്ലാ മതവിശ്വാസികൾക്കും അവിടെ പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് ഭക്തജനങ്ങൾ അവിടെ വരുന്നു. അവരുടെ വികാരത്തെ എന്തുകൊണ്ട് ഗവൺമെൻറ് കാണുന്നില്ല? അയ്യപ്പ ആഗോള സംഗമം നടത്തിയത് അയ്യപ്പന് പോലും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് പിറ്റേ ദിവസം മുതൽ കോടതിയുടെ നടപടി ആരംഭിച്ചത്. കോടതിയുടെ നടപടി ആരംഭിച്ചപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? 2 CPMൻ്റെ പ്രധാന നേതാക്കൾ കൈവിലങ്ങിട്ട് ജയിലിൽ പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? ആ മൗനം ദുരൂഹമാണ്. ഇത് കോടതിയുടെ മേൽനോട്ടത്തിലല്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? കഴിഞ്ഞ സ്വർണ്ണക്കള്ളക്കടത്ത് പോലെ ഇത് ആവിയായി പോയനെ. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന മുഖ്യമായ വിഷയം ഇതാണ്. അമ്പലക്കള്ളന്മാരെ രക്ഷിക്കാൻ ഗവൺമെൻറ് തയ്യാറാവുന്നു. മന്ത്രിമാരുടെ പേരിലേക്ക് അന്വേഷണം നീളണം. ഒരു സംശയവുമില്ല, സ്വാഭാവികമായി നീങ്ങേണ്ടതാണ്. പക്ഷേ അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ അവർ മുക്കി വെച്ചിരിക്കുകയാണ്. അതിനുള്ള സമ്മർദ്ദം പോലീസിലേക്ക് ഭരണകൂടം നൽകുന്നുവെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാലിക്കറ്റ് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച തദ്ദേശം 2025 മീറ്റ് ദി ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. തിരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനെതിരെയുള്ള കുറ്റപത്രം ചെന്നിത്തല പ്രകാശനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് EP മുഹമ്മദ്, സെക്രട്ടറി P സജിത്ത്, MK രാഘവൻ MP, MA റസാഖ് മാസ്റ്റർ, K പ്രവീൺകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വൻ തീപിടുത്തം. ആശുപത്രിയുടെ 9ാം നിലയിലാണ് തീപിടുത്തം. അഗ്നിശമന സേനയെത്തി തീ അണച്ചു. ആളപായമില്ല. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി അധികൃതരുമായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സംസാരിച്ചു. രോഗികൾ സുരക്ഷിതരെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. രോഗികളെ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിൽ ICU വെന്റിലേറ്റർ ഒരുക്കാനുള്ള നിർദ്ദേശവും നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങി. 990 പോയിന്റുകളോടെ സിറ്റി ഉപജില്ല കലാ കിരീടം ചൂടി. ചേവായൂർ 900 പോയിന്റുകളോടെ 2ാം സ്ഥാനത്തെത്തി.
കൗമാരം ആടിത്തിമിർത്ത കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങി. സ്കൂൾ കലോത്സവത്തിലെ കോഴിക്കോട് സിറ്റി ഉപജില്ലയുടെ ആധിപത്യം തുടരുന്ന കാഴ്ചയാണ് അവസാന ദിനവും കണ്ടത്. 990 പോയിന്റുകളോടെ സിറ്റി കലാകിരീടം ചൂടി. രണ്ടാം സ്ഥാനത്തുള്ള ചേവായൂരിന് 900 പോയിന്റുകളാണുള്ളത്. തോടന്നൂർ 894 പോയിന്റുമായി മൂന്നാമതും ബാലുശ്ശേരി 881 പോയിന്റോടെ നാലാം സ്ഥാനത്തും ആതിഥേയരായ കൊയിലാണ്ടി 872 പോയിന്റോടെ അഞ്ചാം സ്ഥാനത്തുമെത്തി. കൊയിലാണ്ടി നഗരത്തിലെ 22 വേദികളിലായി 17 ഉപജില്ലകളിൽ നിന്നായി UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 13,000-ഓളം വിദ്യാർത്ഥികൾ 319 മത്സര ഇനങ്ങളിൽ മാറ്റുരച്ചു. രചനാ മത്സരങ്ങളിൽ മാത്രം 1,300 മത്സരാർത്ഥികൾ പങ്കാളികളായി. വിധികർത്താക്കൾക്കെതിരെയുള്ള പ്രതിഷേധവും സംഘർഷങ്ങളും വേദിയുണർന്നതു മുതൽ കല്ലുകടിയായെങ്കിലും ജനപങ്കാളിത്തം കൊണ്ട് ഇത്തവണത്തെ കലോത്സവം വിസ്മയപ്പെടുത്തി. എല്ലാ മത്സരങ്ങളിലും നിറഞ്ഞ സദസ്സുകളായിരുന്നു. പ്രത്യേകിച്ചും നാടക മത്സരങ്ങൾ നടന്ന വേദിയിൽ ജില്ലയുടെ പല ഭാഗത്തു നിന്നും ജനം ഒഴുകിയെത്തി. ഒപ്പനയും സംഘനൃത്തവും എല്ലാം കൊയിലാണ്ടിക്കാർക്ക് മറക്കാനാവാത്ത അനുഭവമായി മാറി. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. NCP രാജ്യത്ത് ഒരു മുന്നണിയുടെയും ഭാഗമല്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി MM ഷാജി. പാർട്ടി കോഴിക്കോട് കോർപ്പറേഷൻ 2 സീറ്റിൽ മത്സരിക്കുമെന്നും ഷാജി പറഞ്ഞു. പൊതുവായിട്ട് ഒരു അറിയിപ്പായിട്ട് പറയുകയാണ്, NCP എന്നുള്ള ഔദ്യോഗിക വിഭാഗം ഒന്നേ ഉള്ളൂ. അതിന് ക്ലോക്ക് ചിഹ്നം അനുവദിച്ച് കിട്ടിയതാണ്. അത് ശ്രീ അജിത് പവാർജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ മുന്നേറുന്ന NCP എന്നുള്ള വിഭാഗമാണ്. മറ്റത് ശരത് പവാർ വിഭാഗമായി പിരിഞ്ഞതുകൊണ്ടും അവർക്ക് ആ പേരോ ചിഹ്നമോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കാത്തതുകൊണ്ടും അവർക്ക് കിട്ടിയിട്ടുള്ളത് NCP SP എന്നുള്ള പേരും നമ്മുടെ ചിഹ്നം കാഹളം ഊതുന്ന മനുഷ്യൻ എന്നുള്ള ചിഹ്നമാണ്. അപ്പോൾ NCP കേരളത്തിൽ എവിടെയും ഇടതുമുന്നണിയോ വലതുമുന്നണിയോ അല്ലെങ്കിൽ മൂന്നാം മുന്നണി NDA മുന്നണിയുമായി ചേർന്ന് ഒരു മുന്നണിയുമായും ചേർന്ന് മത്സരിക്കുന്നില്ല. NCP ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്ന ഔദ്യോഗിക രാഷ്ട്രീയ പാർട്ടിയുടെ നാമം സുപ്രീം കോടതിയും ഇലക്ഷൻ കമ്മീഷനും അജിത് പവാർ നയിക്കുന്ന NCP ദേശീയ പാർട്ടിക്ക് നിയമവിധേയമായി അനുവദിച്ചിട്ടുള്ളതാണെന്ന് NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി MM ഷാജി. ഇതോടൊപ്പം ഔദ്യോഗികമായി NCPയുടെ ചിഹ്നം ക്ലോക്കും അജിത് പവാർ വിഭാഗം നിലനിർത്തിയതുമാണ്. NCPയിൽ നിന്ന് വേർപെട്ടുപോയ വിഭാഗം NCP ശരത് പവാർ വിഭാഗമെന്നും അവരുടെ ചിഹ്നം കാഹള ഊതുന്ന മനുഷ്യനാണ്. NCP ഔദ്യോഗിക വിഭാഗം NCP എന്നും മറുഭാഗം NCP SP എന്നുമാണ് തിരിച്ചറിയുക എന്ന് ഷാജി വിശദീകരിച്ചു. ഔദ്യോഗിക NCP ഒരു മുന്നണിയുടെയും ഭാഗമല്ല. NCP SP LDF മുന്നണിയുടെ ഭാഗമാണ്. NCP ഔദ്യോഗിക വിഭാഗം കോഴിക്കോട് കോർപ്പറേഷനിൽ 2 സ്ഥാനാർത്ഥികളെ ക്ലോക്ക് ചിഹ്നത്തിൽ PP രാജേഷ് ചേവായൂർ വാർഡ് 21-ലും P റോഷൻ ബാബു മൊകവൂർ വാർഡ് 5-ലും മത്സരിപ്പിക്കുന്നതായും അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ MM ഷാജി, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് EK സലീന, നാഷണലിസ്റ്റ് പ്രൊഫഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് TC അഹമ്മദ്, ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീജേഷ്, സ്ഥാനാർത്ഥികളായ PB രാജേഷ്, P റോഷൻ ബാബു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ചായ ചായ വിളി തുടങ്ങി. ഉഷേ ചായ. ഉഷ ഇവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സംസ്ഥാന കലോത്സവത്തിന് സാഹിത്യ നഗരിയിൽ വർണ്ണാഭമായ തുടക്കം. പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടാമത് സംസ്ഥാന കലോത്സവത്തിന് സാഹിത്യ നഗരിയിൽ നിറപ്പകിട്ടാർന്ന തുടക്കം. മീൻചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ മുഖ്യവേദിയായ MT നഗറിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത ഗാനരചയിതാവ് പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. മത്സരമാവാതെ കലോത്സവങ്ങൾ ഉത്സവമാകട്ടെ എന്ന് കൈതപ്രം പറഞ്ഞു. ലഹരി മാഫിയ വലവീശി കാത്തിരിക്കുന്ന കാലമാണിത്. അതിൽ അകപ്പെടാതെ നോക്കണം. പകരം സ്നേഹത്തിന്റെയും സംഗീതത്തിന്റെയും നന്മയുടെയും ലഹരി നുണയാൻ പുതുതലമുറ തയ്യാറാവണമെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ജഗതി രാജ് VP അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ ഐഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഡോക്ടർ J പ്രസാദ്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് VP പ്രശാന്ത്, ഡോക്ടർ A ബാലകൃഷ്ണൻ, ഡോക്ടർ M ജയപ്രകാശ്, അഡ്വക്കേറ്റ് G സുഗുണൻ എന്നിവർ സംസാരിച്ചു. സിൻഡിക്കേറ്റ് അംഗവും ജനറൽ കൺവീനറുമായ ഡോക്ടർ C ഉദയകല സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഡോക്ടർ പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു. കൗമാരക്കാരും യുവാക്കളും വയോജനങ്ങളും ഒരേ മനസ്സോടെ മാറ്റുരയ്ക്കുന്ന വേറിട്ട കലോത്സവമാണിത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ 7 വേദികളിലായി 1500 പേർ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭരണഘടന 75 വർഷം പിന്നിടുമ്പോൾ എന്ന ഭരണഘടനാ പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കമായി. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ്കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് പാർലമെന്ററി സ്റ്റഡീസ്, മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്, ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, ഡോക്ടർ BR അംബേദ്കർ, ഡൽഹി യൂണിവേഴ്സിറ്റി തുടങ്ങിയവ ചേർന്നാണ് ഭരണഘടന 75 വർഷം പിന്നിടുമ്പോൾ എന്ന ഭരണഘടനാ പ്രഭാഷണ പരമ്പര നടത്തുന്നത്. ശിവൻ മഠത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ, ഏറ്റവും കൂടുതൽ പ്രൊവിഷൻസ് ഉള്ള ഒരു മഹാഗ്രന്ഥം, ഹോളി ബുക്ക് ഓഫ് അവർ കൺട്രി. അപ്പൊ ആരെങ്കിലും ഭരണഘടന എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കി പറയാം, നമ്മുടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനം, അത് എക്സിക്യൂട്ടീവ് ആവട്ടെ, ലെജിസ്ലേച്ചർ ആവട്ടെ, ജുഡീഷ്യറി ആയിക്കോട്ടെ, ഹൗ ടു അഡ്മിനിസ്റ്റർ അവർ കൺട്രി, ഹൗ ടു റൂൾ അവർ കൺട്രി, അതിന്റെ ഹോളി ബുക്കാണ് ഭരണഘടന. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ്കുമാർ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ പാർട്ടിക്ക് ഇന്ത്യയിൽ ഭരണഘടനാ വികസനത്തിൽ ദീർഘകാലമായ സ്വാധീനം ഉണ്ടാക്കി. ഇന്ത്യയുടെ ഭരണഘടനാ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളൊന്നായി മാറി. ഭരണഘടനയ്ക്ക് 75 വർഷവും കേശവന്മാർ ഇന്ത്യക്ക് 52 വർഷം. ഇപ്പോൾ നമുക്ക് സ്വയം പരിശോധിക്കാം. ജനാധിപത്യവും സ്വാതന്ത്ര്യവും ന്യായമായ തെരഞ്ഞെടുപ്പുകൾ. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻസ് സ്വതന്ത്ര തന്നെ ഇന്ന് തുലാസിലാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഏറ്റവും വലിയ ചർച്ച നടക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ്. പരിപാടിയിൽ സ്വാതന്ത്ര്യ സമര സേനാനികളായ തയാട്ട് ബാലനെയും സോഷ്യോ വാസുവിനെയും ആദരിച്ചു. രാജ്യത്തിന്റെ വൈവിധ്യം ഉൾക്കൊള്ളുന്ന ഭരണഘടന നമ്മുടേതാണെന്ന് കാലിക്കറ്റ് സർവകലാശാല ആക്ടിംഗ് വൈസ് ചാൻസലർ ഡോക്ടർ P രവീന്ദ്രൻ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. ഡോക്ടർ MM ബഷീർ അധ്യക്ഷനായിരുന്നു. കാലിക്കറ്റ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് P നിർമ്മൽ കുമാർ, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് EP മുഹമ്മദ്, PM ആതിര, സൽമി സത്യാർത്ഥി, MA ജോൺസൺ, ഹരിദാസൻ പാലയിൽ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുതിയ ലേബർ കോഡിനെതിരെ പ്രതിഷേധവുമായി LIC ഏജന്റുമാർ. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം നടന്നത്. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡ് ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന തൊഴിലാളി വിരുദ്ധ ലേബർ കോഡ്. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പാസാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITO കോഴിക്കോട് ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ LIC ഓഫീസുകൾക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. കോഴിക്കോട് ഡിവിഷൻ ആസ്ഥാനത്ത് നടന്ന സമരം LIC AOI കേന്ദ്ര കമ്മിറ്റി അംഗം TK വിശ്വൻ ഉദ്ഘാടനം ചെയ്തു.
ഐ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ സെക്രട്ടറി എം ലേഖകൻ, എൻ ഷൈജു എന്നിവർ സംസാരിച്ചു. പുതിയ ലേബർ കോഡിന്റെ പകർപ്പ് കത്തിച്ചുകൊണ്ടാണ് ധർണ അവസാനിച്ചത്. പി വത്സകുമാർ, വി ബാബുരാജ്, കെ സുബൈർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. സൗത്ത് ഇന്ത്യ ഇന്നേവരെ കാണാത്ത എപ്പിക് എക്സ്പീരിയൻസ് ഇനി ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും കാണാം. അനുഭവിച്ചറിയാം. മൈജി ഫ്യൂച്ചറിന്റെ ഇന്നേ വരെ കാണാത്ത ഏറ്റവും വലിയ എപ്പിക് ഷോറൂം മൈജിയുടെ സ്വന്തം നാടായ കോഴിക്കോട് തൊണ്ടയാട് വരുന്നു. മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് കോഴിക്കോട് നടന്നു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാഷ് ഉദ്ഘാടനം നിർവഹിച്ചു. സാബു കക്കട്ടിൽ സംവിധാനം ചെയ്യുന്ന പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് കോഴിക്കോട് പഴശ്ശി മ്യൂസിയം പ്രിവ്യൂ തിയേറ്ററിൽ നടന്നു. പ്രസിദ്ധ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാഷ് പ്രകാശന കർമ്മം നിർവഹിച്ചു. രാസലഹരി സമൂഹത്തെ കാർന്നു തിന്നുമ്പോൾ ബോധവൽക്കരണം ഇളം മനസ്സിൽ നിന്ന് തന്നെ തുടങ്ങണമെന്ന ലഹരി വിരുദ്ധ സന്ദേശവുമായി എത്തുന്ന പ്രകാശം പരത്തുന്ന പെൺകുട്ടിയുടെ ചിത്രീകരണം ഡിസംബർ 1 കോഴിക്കോട് ആരംഭിക്കും. തുടർന്ന് ബാബു വാസുദേവ് അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ, ജയചന്ദ്രൻ മൊഗേരി, കോട്ടക്കൽ കുഞ്ഞുമൊയ്തീൻ കുട്ടി, കോഴിക്കോട് വിനോദ്, രഞ്ജിത്ത് സർക്കാർ എന്നിവരെ ആദരിക്കുകയും മരണാനന്തര ബഹുമതിയായി മാമുക്കോയയ്ക്കുള്ള ആദരവ് മക്കളായ നിസാർ മാമുക്കോയ, റഷീദ് മാമുക്കോയ എന്നിവർ ഏറ്റുവാങ്ങുകയും ചെയ്തു. എന്റെ നന്മ വെൽഫെയർ ചാരിറ്റബിൾ സൊസൈറ്റിയും കണ്ണാത്തുമ്പി ഫിലിംസും ചേർന്ന് ജനകീയമായി നിർമ്മിക്കുന്ന ചിത്രമാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി. തിരക്കഥ സംവിധാനം സാബു കക്കട്ടിൽ, ഗാനരചന ബാബു വാസുദേവ്, ഹരീഷ് ചുഴലി, സാബു കക്കട്ടിൽ, സംഗീതം സന്ദീപ് R ബല്ലാൽ, ആലാപനം മധു ബാലകൃഷ്ണൻ, അശ്വിനി അനീഷ്, സന്ദീപ് RB, PRO ഐമൻ അബ്സാജൻ, ആടുകുളം മുരുകദാസ്, നിസാർ മാമുക്കോയ, സുധി കോഴിക്കോട്, ഷിബു തിലകൻ, ബാബു വാസുദേവ് നമ്പൂതിരി, വിനോദ് കോഴിക്കോട്, അലൈദ തുടങ്ങിയവർ അഭിനയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നടൻ മേഘനാഥിനെ അനുസ്മരിച്ചു. അശോകപുരം മുത്തപ്പൻകാവ് ഭാവന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഓർമ്മയിൽ മേഘനാഥൻ എന്ന പരിപാടി നടത്തിയത്. സിനിമ, നാടക കലാകാരന്മാർ പങ്കെടുത്തു. നടൻ മേഘനാഥന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് അശോകപുരം മുത്തപ്പൻകാവ് ഭാവന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടി ഓർമ്മയിൽ മേഘനാഥൻ നടത്തി. കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. ആർക്കും ആരോടും തുറന്നു പറയാൻ കഴിയാത്തൊരു കാലം. ആരെയാണ് റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞൂടാ. എൻ്റെ കണ്ണടയുടെ ഈ സൈഡിലെ പോർട്ടിൽ ക്യാമറ ആവാം, എൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസിൽ ക്യാമറ ആവാം. വല്ലാത്ത കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. രഹസ്യമായിട്ട് ആരോടും ഒരു കാര്യവും പറഞ്ഞില്ല. നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ വിശേഷങ്ങൾ അന്വേഷിക്കുന്ന ഒരാൾ ലോകത്തിലെ ഏറ്റവും വലിയ വിൽപ്പനക്കാരനാണ് ബോധ്യപ്പെടുന്നില്ല. നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഡാറ്റ വിൽപ്പനക്കാരനാണോ അറിയില്ല. കാരണം ലോകത്തിന്റെ കൂട്ട് പിടിച്ച് നിങ്ങളുടെ കുടുംബത്തിന്റെ സർവ്വവിശേഷങ്ങളും ചോർത്തി കൊണ്ടുപോയി വിൽപ്പന നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപാര നിർണയം നടത്തുന്ന എത്രയോ ഏജൻസികൾ നമ്മളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും റോയിയുമുള്ള സംഭാഷണം റെക്കോർഡ് ചെയ്യാൻ ഒരാൾ കാണാപ്പുറത്തുണ്ട്. ഉറപ്പാണ്. റോയിയുടെ സ്വഭാവം എന്താണ്, എൻ്റെ സ്വഭാവം എന്താണ്, ദയാനന്ദൻ സാറിൻ്റെ സ്വഭാവം എന്താണ്, ദയാനന്ദൻ സാർ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു, ഏത് ജാതിക്ക് വേണ്ടി സംസാരിക്കുന്നു,
അദ്ദേഹം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? അദ്ദേഹം ഏത് വിഭാഗത്തിന്റെ പ്രചരണമാണ് ഏറ്റെടുത്തിരിക്കുന്നത്? ഇതൊന്നും ദയാനന്ദൻ സാറിന് ഗൗരവമുള്ള കാര്യമല്ല. പക്ഷെ അദ്ദേഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏജൻസിക്ക് ഇത് പരിപൂർണമായി ഗൗരവമായ കാര്യമാണ്. നിങ്ങളിൽ ഓരോരുത്തരും നിരീക്ഷണത്തിലാണ്. ഇ സുധാകരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. എം ദയാനന്ദൻ, ശ്രീകുമാർ, എം ബിമൽകുമാർ, നടൻ അബു സലീം, ആനന്ദ് കൃഷ്ണ ബാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭാവനയുടെ മേഘനാഥൻ പുരസ്കാരങ്ങൾ ചിത്രകാരൻ സുനിൽ അശോകപുരം, നാടക നടൻ വാസുദേവൻ, നരിക്കളി കലാകാരൻ നിഖിൽ ഘോഷ്, അധ്യാപകൻ വത്സരാജ്, തബല കലാകാരൻ സുരേഷ് കളപ്പുരയ്ക്കൽ എന്നിവർക്ക് നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹമാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വൻ തീപിടുത്തം. ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങി. NCP രാജ്യത്ത് ഒരു മുന്നണിയുടെയും ഭാഗമല്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി MM ഷാജി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സംസ്ഥാന കലോത്സവത്തിന് സാഹിത്യ നഗരിയിൽ വർണ്ണാഭമായ തുടക്കം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.